ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഫാവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട് ഫുള്ളായിട്ട് കാണാനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ കണ്ണാടി വെച്ച് കോക്കാച്ച് കണ്ണു വെച്ച് എന്താ ചെയ്യുന്നതെന്ന്. ഞാൻ ഒന്നും ചെയ്യുന്നതല്ല ഗൈസ്, ഞാനാണെങ്കിൽ വെറുതെ ഇങ്ങനെ കണ്ണു വെച്ച് പുറത്തോട്ടങ്ങോട്ട് ഇറങ്ങി കുളിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം എൻ്റെ വീട് ഫുള്ളും കാണിച്ചു തരാനാണ് വന്നത് കേട്ടോ. നമുക്ക് റോഡിൽ പോയി കാണാതിന് മുമ്പ് ഒരു ചെറിയൊരു ഇടവേള. ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. അത് കാണുന്നില്ല കേട്ടോ. നമുക്ക് അകത്തോട്ട് പോവാം. അതിനു മുമ്പ് ഞാൻ വെളിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഫസ്റ്റ് ഇതാണ് മല്ലിക്കുട്ടൻ ഗൈസ്. ഞാനിന്ന് മറ്റൊരു ഫ്ലോപ്പ് വീഡിയോ ചെയ്തില്ലേ, അത് ഇവിടെ വെച്ചിട്ടായിരുന്നു. ഇതൊക്കെ ഒരുപാട് എൻ്റെ വാപ്പ നട്ടുപിടിപ്പിച്ചതാണ്. ഇതെൻ്റെ മൈലാഞ്ചി, ഇതെൻ്റെ വാപ്പ നട്ടുപിടിപ്പിച്ചതാണ്. ഇത് ഞാൻ നട്ടുപിടിപ്പിച്ച പ്ലാവാണെന്നാണ് വളരാൻ നിൽക്കുന്നത് ഗൈസ്. പിന്നെ കണ്ടു ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഔട്ട്ഡോർ ഏരിയ, അതായത് തേങ്ങ അങ്ങനത്തെ ചവറൊക്കെ ഇടുന്നൊരു സ്ഥലമാണ്. ഇതാണ് കേട്ടോ ഫ്രണ്ട് ഗേറ്റ് വരുന്നത്. അപ്പം ഇത് നമ്മൾ കുറച്ച് അല്പൊക്കെ ഉണ്ടതൊക്കെ വാപ്പ കളിക്കുന്നതിന്. ഇതാണ് നമ്മുടെ എന്താ മണി പ്ലാന്റാണ് കൈസ്, എനിക്ക് മറന്നു വരുന്നത് ചെറിയ ഇതുകൊണ്ട്. ഇതെൻ്റെ മണി പ്ലാന്റ് കുറ്റാൻ. ഇനി നമുക്ക് നേരെ റൂമിലോട്ട് പോകാം. ഞാൻ പ്രത്യേകിച്ചൊന്നും പിടിക്കുകയില്ല, കുളിച്ചിട്ട് വന്നുകൊണ്ടാണ് കേട്ടോ. നമുക്ക് വീട്ടിനകത്തോട്ട് കയറാം. കൈയൊക്കെ കഴിക്കുന്നേ. അപ്പം ഗൈസ് ഇത് ഹാളാണ് കേട്ടോ. അപ്പം ഹാള് ഇവിടെ ഫസ്റ്റ് തന്നെ ഒരുപാട് ട്രോഫി, ഈ ബ്രൂസിൻ്റെ കലാവിരുന്നുകളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ ട്രോഫീസാണ്. എനിക്ക് LKG UKG 1 2 3 4 പിന്നെ പള്ളിയിലൊക്കെ കിട്ടിയാണ്. ഇപ്പം കിട്ടും 3 ട്രോഫി ഇപ്പം കിട്ടും. അപ്പോൾ ഇതൊരു ഡൈനിങ് റൂമാണ്, ഡ്രോയിങ് റൂമെന്ന് വേണമെങ്കിൽ പറയാം. ഇത് മൈ റൂം, മൈ ഡാഡി റൂം എൻ്റെ റൂമാണ് കേട്ടോ. ഇത് ബ്രൂസിൻ്റെ, ഇത് എൻ്റെ റൂമാണ്. ഞാൻ പക്ഷെ വാപ്പയാണ് ഇപ്പോൾ കിടക്കുന്നത്. വാപ്പക്ക് വയ്യാത്തതുകൊണ്ട് വാപ്പയാണ് ഇപ്പോൾ കിടക്കുന്നത്. കഴിച്ചിനകത്ത് കിടക്കൊണ്ട് കയറിയത്. ഫ്രണ്ടിലെ റൂം തന്നെ എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സെക്കൻഡ് റൂം ഇതാണ് എൻ്റെ റൂം കേട്ടോ. എൻ്റെ റൂമല്ല, ഇപ്പം ഞാൻ കിടക്കുന്ന റൂം പലങ്കൊലമായിട്ട് കിടക്കുകയാണ്. ഇനി നമുക്ക് നേരെ വാപ്പുവിൻ്റെ റൂമിലോട്ട് പോവാം. അവിടെ ലൈറ്റ് ഇട്ടതാണ്. ഇതാണ് വാപ്പുവിൻ്റെ റൂം. വാപ്പുവിൻ്റെ കട്ടിൽ മാത്രം വാപ്പുവിൻ്റെതാണ്. ഈ സ്വാരമൊന്നുമില്ല. ഇവിടെ നോക്ക് കഴുകിയിട്ട് തുണി കൊണ്ടിട്ടേക്കുന്നത്, അത് അവിടെയാണ് കേട്ടോ എപ്പോഴും ഇടുകാറ്. അതുകൊണ്ടാണ്